നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട് എന്തായിരുന്നു, നിങ്ങളെക്കുറിച്ച് ലേറ്റ് നൈറ്റിൽ അയാൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചെങ്കിൽ തന്നെ അത് എന്താണെന്ന് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ. പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അയാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എന്താണ് ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ? രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ചിന്തിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ചിന്തിച്ചിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മിണ്ടുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടൊരു സൈലൻസിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ ഒരു പുതിയ തുടക്കം വേണം, ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആൾ ശരിക്കും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയിൽ കോൺഫ്ലിക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാതാണുള്ളതെങ്കിൽ കൂടുതൽ ആലോചിക്കുകയും മെൻ്റൽ ക്ലാരിറ്റി വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളത് ഓക്കെ, സത്യമാണ്. പേജ് ഓഫ് കപ്സ് നിങ്ങളോട് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ളതാവാം, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം. ചിലപ്പോൾ സ്റ്റാഗ്നൻ്റ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് ഹെർമിറ്റാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, ആൾ സ്റ്റക്കാണ്. ഈ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ പിന്നിലോട്ട് വലിക്കുന്ന പഴയ കുറേ കാര്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അയാളൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്, അതായത് സ്റ്റക്കായി നിൽക്കുവാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇയാൾ ചിലപ്പോൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം സ്പിരിച്വലി ഗ്രോ ചെയ്തിട്ടുള്ളത്. എന്തായാലും വരണം, നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചാരിയറ്റ് എനർജിയാണുള്ളത്. അപ്പോൾ എത്ര കോൺഫ്ലിക്റ്റഡ് ആണെങ്കിലും, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, എത്ര എക്സ്ട്രീം എൻഡിലാണെങ്കിൽ പോലും തിരിച്ചൊരു പോസിറ്റീവായിട്ടുള്ള എൻട്രി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.